പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ആടലോടകം. ഒരുപാട് പേർക്ക് പരിചിതമായ ചെടിയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ വേലിക്കലും നമ്മുടെ പറമ്പിലും ഒക്കെ ഇതുണ്ടാവും. പക്ഷേ ഇത് തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു നമുക്ക് ഉള്ള ഏറ്റവും വലിയ ടാസ്ക്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ തന്നെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ മണ്ണ് നമുക്കായി കാത്തു വച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓരോ കാലാവസ്ഥയിലും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പം അതിനുള്ള സൊല്യൂഷനും നമ്മുടെ മണ്ണ് തരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ആടലോടകം. പണ്ട് മുതലേ കഫക്കെട്ട് പോലുള്ള രോഗങ്ങൾക്ക് ആടലോടകം ഉപയോഗിച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്. സാധാരണ രീതിയിൽ ഇത് വെറുതെ എടുത്ത് ഈ ഇല ചുമ്മാ വായിലിട്ട് കഴിക്കാറുമുണ്ട് കഫത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർ. കാരണം മഴ സമയമാകുമ്പോൾ നമുക്ക് ഈ കഫക്കെട്ടുകൾ ഒന്നുകൂടെ കൂടും. മഴ കാരണം അല്ലെങ്കിൽ തണുപ്പ്, നമുക്ക് നമ്മുടെ ക്ലൈമറ്റുകളുടെ ചേഞ്ച് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ തണുപ്പെന്ന് പറയുന്നത് മുന്നേന്ന് പറയുമ്പോൾ കാലവർഷം ഒരു 1-2 മാസം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാലവർഷം പോകുന്നത് 4-5 മാസത്തോളമാണ്. ഇത് കാരണം ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഏറെക്കുറെ കഫക്കെട്ട് നമുക്ക് വിട്ടുമാറാതെ നിൽക്കും ഈ മാസക്കാലങ്ങൾ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇല പല രൂപത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് വലിയ ആടലോടകമാണ് കേട്ടോ. നല്ല ഉയരത്തിൽ പോകുന്നതാണ്. നല്ല ഉയരത്തിൽ ഇത് പോയിട്ടുണ്ട്. അല്ലാതെ തന്നെ ചെറിയ ആടലോടകം ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ ഈ ഇലയുടെ ഞരമ്പുകൾ കാണുന്നില്ലേ, അതിൽ 8 ജോഡിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ആടലോടകവും ഒരു 14 എണ്ണം കാണുന്നുണ്ടെങ്കിൽ അത് വലിയ ആടലോടകവും. ഇത് വലിയ ആടലോടകമാണ് കേട്ടോ. 14 ജോഡി ഞരമ്പുകൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. സാധാരണ കഫക്കെട്ടുള്ളവർ ഇതിൻ്റെ ഇല കഴിക്കുകയോ ഇതിൻ്റെ ചാറ് കഴിക്കുകയോ ആണ് ചെയ്യാറ്. അത് കഫക്കെട്ടിനൊരു റിലീഫ് ഉണ്ടാവും. റെസ്പിറേറ്ററി ഇഷ്യൂസിനൊക്കെ നല്ല ഉത്തമമായിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് സുലഭമായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. മഴക്കാലം ആകുമ്പോഴാണ് എല്ലാവരും ഇതിനെപ്പറ്റി ഓർക്കാറ്. കാരണം ഈ സമയത്താണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ കഫം അല്ലെങ്കിൽ റെസ്പിറേറ്ററി റിലേറ്റഡ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഇവനെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയം ഈ മഴക്കാലഘട്ടം തന്നെയാണ്. അപ്പം അല്ലാണ്ട് തന്നെ കഫക്കെട്ട് സ്ഥിരമായി ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ഇതിൻ്റെ ഇല ഉപയോഗിക്കാവുന്നതാണ്.